أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خلق الإنسان من علق അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ അൽ അലഖ് എന്ന അധ്യായത്തിലെ 3-ാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. ആ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അവൻ മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുലിക മിൻ ഫുലാനിൻ എന്നത് അറബി ഭാഷയിലുള്ള ഒരു പ്രയോഗമാണ്. അതായത് ഇന്ന വസ്തു അത് ഈ വ്യക്തിയുടെ പ്രകൃതത്തിലുള്ളതാണ്. വിശുദ്ധ ഖുർആനും ഇതേ രീതിയിലുള്ള പ്രയോഗം പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമായി സൂറ റൂമിലെ 55-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, അല്ലാഹുല്ലസീ ഖലഖകും മിൻ ളുഅഫിൻ, അതായത് ദുർബലാവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്. ദുർബലാവസ്ഥ എന്നത് ഒരു പദാർത്ഥത്തിൽ നിന്നുള്ളത് ആണ് എന്ന് ഒരിക്കലും തന്നെ പറയുന്നില്ല. അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നും അർത്ഥം വരുന്നില്ല. മറിച്ച് മനുഷ്യൻ്റെ പ്രകൃതത്തിൽ ഇക്കാര്യം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. സൂറ അംബിയായിലെ 38-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഖുലിക്കൽ ഇൻസാനു മിൻ അജലിൻ, അതായത് ധൃതി കാട്ടുന്നവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ധൃതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പദാർത്ഥമാണെന്നും മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദാർത്ഥമാണ് എന്നും ഇതുകൊണ്ട് ഒരിക്കലും തന്നെ അർത്ഥമാക്കുന്നില്ല. അത് മനുഷ്യ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അല്ലാഹു ഒരു രക്തപിണ്ഡത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഇക്കാര്യം അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലക്ക് എന്നതിൻ്റെ മറ്റൊരു അർത്ഥം സ്നേഹം എന്നുള്ളതാണ്. ഖലഖൽ ഇൻസാനു മിൻ അലക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ പ്രകൃതത്തിൽ പലതരത്തിലുള്ള വികാരങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട് എന്നും, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ അംശമുണ്ട്, അതുപോലെ തന്നെ വെറുപ്പിൻ്റെ അംശവുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും എടുത്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, മനുഷ്യൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ വികാരവുമുണ്ട്, അതുപോലെ തന്നെ വെറുപ്പിൻ്റെ വികാരവും മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ഒരു മനുഷ്യൻ അവനെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് വളരെയധികം സ്നേഹം വെച്ച് പുലർത്തുന്നു. അത് ഒരു മനുഷ്യൻ്റെ വൈകാരിക പ്രകടനമാണ്. എന്നാൽ അതുപോലെ തന്നെ വഴിതെറ്റിക്കാൻ നടക്കുന്ന ശൈത്താനിൽ നിന്ന് വളരെയധികം അകന്നു നിൽക്കുന്ന അവനോട് അങ്ങേയറ്റത്തെ വെറുപ്പ് എന്ന വികാരം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് ഈ രണ്ട് വികാരങ്ങളെയും വളരെ നല്ല രീതിയിൽ പരിപൂർണമായി മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. അള്ളാഹുവിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ള ആ വികാരവും അത് വളരെ അധികം പ്രകടമാക്കി കാണിച്ചു കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ തിന്മകളോട് എങ്ങനെയാണ് വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളതും കാണിച്ചു കൊടുത്തു. അള്ളാഹു പറയുന്നു, ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ഈ രണ്ട് വികാരങ്ങളും കൊണ്ടാണ്. ഒന്ന് സ്നേഹത്തിൻ്റെയും മറ്റൊന്ന് വെറുപ്പിൻ്റെയും. അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ നാമത്തോടു കൂടി നീ വായിക്കുക, അതായത് ജനങ്ങളിൽ വിളംബരം ചെയ്യുക. എൻ്റെ വഴിയിലൂടെ വന്ന് അള്ളാഹുവിനോട് പരിപൂർണമായ സ്നേഹം പ്രകടിപ്പിക്കുകയും അതുപോലെ ശൈത്താനോട് അങ്ങേയറ്റത്തെ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരായി മാറുകയും ചെയ്യുക. ഈ വചനത്തിൻ്റെ മറ്റൊരർത്ഥം മനുഷ്യനെ ഒരു രക്തപിണ്ഡത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. അള്ളാഹു മനുഷ്യനെ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും വളർത്തിക്കൊണ്ടുവന്ന് ഏറ്റവും പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയുണ്ടായി.
ഒരു സ്ത്രീ 4-5 മാസം ഗർഭിണിയാവുകയും അതിനുശേഷം അത് അലസിപ്പോവുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ ഒരിക്കലും തന്നെ ഒരു കുട്ടിയുടെ മാതാവാണ് എന്ന് പറയുകയില്ല. മറിച്ച് പൂർണ്ണ വളർച്ചയെത്തി ആ സ്ത്രീ പ്രസവിക്കുമ്പോഴാണ് അതിന് കുട്ടിയുള്ള ഒരു മാതാവ് എന്ന് പറയുകയുള്ളൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഈസാ നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും അതുപോലെ നൂഹ് നബിയും എല്ലാം തന്നെ വന്നു. എന്നാൽ ഇവരുടെ കാലത്ത് ഒന്നും തന്നെ ഒരു പരിപൂർണതയിൽ എത്തിയിരുന്നില്ല. ഏതുപോലെ ഒരു കുട്ടി 4-ാം മാസം പ്രസവിച്ച് അലസിപ്പോകുന്നത് പോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ഒരു പരിപൂർണതയിലേക്ക് എത്തുന്നത്. ഇവിടെ മനുഷ്യനെ ഒരു രക്തപിണ്ഡത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് ഒന്നുകൂടി മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യനെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് അള്ളാഹു എത്തിച്ചു എന്നുള്ളതാണ്. മറ്റൊരർത്ഥം, അള്ളാഹു മനുഷ്യനെ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ വെറുപ്പിൻ്റെയും വികാരം നൽകിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ 2 വികാരങ്ങളും, അതായത് സ്നേഹവും അതുപോലെ തന്നെ വെറുപ്പും, ഇത് രണ്ടും ഒരു മനുഷ്യനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഒരിക്കലും തന്നെ എത്തിച്ചേരുകയില്ല. ഇതുപോലുള്ള ഒരു ശരീഅത്തിൻ്റെ ആവശ്യം ലോകത്തുണ്ടായിരുന്നു. അതായത് അള്ളാഹുവിനോടുള്ള അതിരറ്റ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ശൈത്താനോട് അതിരറ്റ വെറുപ്പിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു ശരീഅത്തിൻ്റെ ആവശ്യമായിരുന്നു ലോകത്തിന് ഉണ്ടായിരുന്നത്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.